എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഈ കുമ്പളങ്ങി. പണ്ട് തൊട്ടേ ടൂറിസം മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിതെങ്കിലും ഈ അടുത്തിടയ്ക്ക് സിനിമ ഇറങ്ങിയതോടെയാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇത് അറിഞ്ഞു വരാൻ തുടങ്ങിയത്. നമുക്കെന്തായാലും എൻ്റെ സ്വന്തം ഗ്രാമം കൂടിയായിട്ടുള്ള ഈ കുമ്പളങ്ങിയിലെ അതിരാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. മുഴുവനായിട്ട് തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഈ കുമ്പളങ്ങി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ മീൻപിടുത്തവും ചീനവലകളൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതോടുകൂടി സോഷ്യൽ മീഡിയയിൽ കൂടുതലും വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടിയാണ് ആൾക്കാർ കൂടുതലായിട്ട് ഈ കുമ്പളങ്ങിയെ പറ്റി അറിഞ്ഞ് ഇവിടെ എത്താൻ തുടങ്ങിയത്. നേരത്തെ ടൂറിസത്തിന് പേരുകേട്ടൊരു സ്ഥലമായിട്ട് കൂടി ആൾക്കാർ ഇത്രത്തോളം വൈഡായിട്ട് റീച്ച് ഇല്ലായിരുന്നു ഈ സ്ഥലത്തിന്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അതിരാവിലത്തെ കാഴ്ചകളും അതുപോലെ ഭംഗിയുള്ളതാണ്. നമുക്കിവിടെ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മീൻ പിടിക്കുന്നതും വലയിടുന്നതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സൺറൈസും കാണാൻ പറ്റും. എറണാകുളം ജില്ലയുടെ ഒരു അറ്റത്താണ് കേട്ടോ ഈ കുമ്പളങ്ങി എന്ന് പറഞ്ഞൊരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ തൊട്ടപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ല തുടങ്ങുവാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് സമാധാനമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സിറ്റീനെ അപേക്ഷിച്ച് താരതമ്യേന വാഹനങ്ങൾ ഇവിടെ കുറവായതുകൊണ്ട് തന്നെ അതിരാവിലെയൊക്കെ ജോഗിങ്ങിനായിട്ട് കുറേ പേരൊക്കെ ഇവിടെ വരാറുണ്ട്. കൂടുതലായിട്ട് ഇവിടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിരാവിലെയൊക്കെ വന്നിട്ട് സൺറൈസൊക്കെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ്. കുമ്പളങ്ങി കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇതുപോലെ വീതി കുറഞ്ഞ റോഡാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വാഹനങ്ങളായിട്ട് വരുന്നവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിക്ക് വേണം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ. ഇതുപോലെ സീനറികളായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ കുമ്പളങ്ങിയിലുണ്ട്. നിങ്ങൾക്ക് കുമ്പളങ്ങി വന്നിട്ട് കൂടുതലും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കാൻ വേണ്ടി ഒരു ഒറ്റ ദിവസം മാറ്റി വെച്ചാൽ മതിയാവും. വെള്ളത്തിന് നടുവിലായിട്ട് ഇതുപോലത്തെ മാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ചെമ്മീനും മീനൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളെ ചെമ്മീൻ കെട്ടുകൾ അഥവാ ചാലുകളെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കാനും മറ്റുമായിട്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ ആൾക്കാർ ഇരിക്കാറുണ്ട്. അവർക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ വേണ്ടിയാണ് ഇതുപോലത്തെ മാടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 6:30-7 മണി ആവുന്നേ ഉള്ളൂ രാവിലെ. അതുകൊണ്ടാണ് ഇത്ര ഭംഗി സ്ഥലം കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ചയാണിത്. കായലിൽ നിന്നും കടലിൽ നിന്നും കിട്ടുന്ന മീനൊക്കെ ഇതുപോലെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ലേലം വിളിക്കും. നമുക്കിവിടെ വന്ന് ലേലത്തുക ഉറപ്പിച്ച് നമുക്ക് ഇതുപോലത്തെ മീനുകളൊക്കെ മേടിക്കാൻ പറ്റും. ഇതൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ്. രാവിലെ പിടിക്കുന്നതുകൊണ്ട് തന്നെ മീനുകളൊന്നും പലതും ചത്തിട്ട് പോലും ഉണ്ടാകത്തില്ല. അതിരാവിലെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ നിൽക്കുന്ന ആൾക്കൂട്ടം എന്നൊക്കെ പറയണത് മേടിക്കാനും ഇതൊക്കെ കാണാനും വന്ന് നിൽക്കുന്നവരാണ്. ഒരു 8-9 മണിയോടെ ഇതൊക്കെ അവസാനിക്കും. അതുപോലെ തന്നെ ദേശാടന പക്ഷികളും കൊക്കുകളൊക്കെ കൂടുതലായിട്ട് കാണുന്നൊരു സ്ഥലം കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും വെള്ളത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് തന്നെ ധാരാളം മീനുകളുണ്ടാവും. ആ മീനുകളൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഇവറ്റകൾ ഇവിടെ വരുന്നത്. ഈ ബേഡ്സിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ക്യാമറയും കൂടി ഉണ്ടെങ്കിൽ അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിയാൽ കാണാം സിറ്റിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഗ്രാമത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അതിരാവിലെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ മീൻപിടുത്തം തന്നെയാണ്. അത് മനുഷ്യരുടെ മാത്രമല്ല പലതരം പക്ഷികൾ വന്ന് മീൻ പിടിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. കടലിനോട് വളരെ അടുത്ത് കിടക്കുന്നൊരു പ്രദേശമാണ് ഈ കുമ്പളങ്ങി. ഇവർ രാവിലെ ഇവരുടെ വലയിൽ നിന്ന് കിട്ടിയ മീനും ചെമ്മീനും ഒക്കെ തിരിഞ്ഞ് വേർതിരിച്ചെടുക്കുകയാണ്. ഇവരിത് ലൂസായിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതുകൊണ്ട് അതുപോലെ കമ്പനികളിലേക്ക് കൊടുത്തു വിട്ടിട്ട് അവിടെ നിന്ന് സെയിലാക്കുന്നതുകൊണ്ട്. നമ്മൾ പാലക്കാട് സൈഡിലേക്കൊക്കെ ചെന്നാൽ കൂടുതലായിട്ട് അവിടെ നെൽപ്പാടങ്ങളാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗവും പ്രധാനപ്പെട്ട ഒരു വ്യവസായവും നെല്ല് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കുമ്പളങ്ങിയിലക്കാര്യവും. ഇവിടുത്തെ ഒരു പ്രധാന വ്യവസായം എന്ന് പറയുന്നത് ഈ മത്സ്യബന്ധനം തന്നെയാണ്. ഇവിടെ കൂടുതലായിട്ടും ആൾക്കാരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ മീൻപിടുത്തം. ഇന്ത്യാസ് ഫസ്റ്റ് മോഡൽ ടൂറിസം വില്ലേജ് എന്ന ടാഗ് ലൈനോടുകൂടി വേൾഡ് മാപ്പിൽ പോലും ഇടം പിടിച്ചൊരു കൊച്ചു ഗ്രാമമാണ് ഈ കുമ്പളങ്ങി. ഗൂഗിൾ മാപ്പിൽ കുമ്പളങ്ങി മോഡൽ ടൂറിസം വില്ലേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ആകെ ഒരു 10 കിലോമീറ്റർ താഴെയാണ് കുമ്പളങ്ങിയുടെ ആകെ ദൈർഘ്യം വരുന്നത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി സമാധാനമായിട്ട് കുറച്ച് നേരം ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. ഇനിയിപ്പോൾ കവര് സീസണൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുമ്പളങ്ങിയിലേക്ക് കവര് കാണാൻ വേണ്ടി ആൾക്കാരുടെ കുത്തൊഴുക്കായിരിക്കും. വെള്ളത്തിൽ ഉപ്പ് കൂടുന്നത് മൂലം ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ് ഈ കവര്. ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ കവര് സീസണാണ് കുമ്പളങ്ങിയിൽ. നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് ടൈം കണ്ടിരിക്കേണ്ട ഒരു കൊച്ചു ഗ്രാമമാണ് ഈ കുമ്പളങ്ങി. ഇതിനടുത്തായിട്ട് കടൽ തീരം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് അവിടെ കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റും കുറേ സമയം. ആക്ച്വലി ഇത് മാത്രമല്ല കുമ്പളങ്ങി ഇനിയും കാണാൻ വേണ്ടി ഒത്തിരി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഞാനിത് രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്ത് നടക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. കുമ്പളങ്ങിയിലെ മുഴുവൻ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാനാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ വേണ്ടി വരും. അധികം തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കൊച്ചു ഗ്രാമമാണ് കുമ്പളങ്ങി. അപ്പോൾ കുമ്പളങ്ങി കാണാൻ വരുന്നവരും അതുപോലെ തന്നെ ഇവിടെ പെരുമാറുക. റോഡുകളിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കാതിരിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും എവിടെയും വലിച്ചെറിയാതിരിക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണാൻ വരുന്നവർ ആഴമില്ലെന്ന് കരുതി ഒരു വെള്ളത്തിലും ഇറങ്ങരുത്. കാരണം പല സ്ഥലങ്ങളിലും ആഴമുണ്ട്. നമ്മളായിട്ട് അപകടങ്ങളൊന്നും വിളിച്ചു വരുത്തരുത്. അപ്പോൾ ഞാൻ ഇട്ട ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുമ്പളങ്ങിയുടെ ചെറിയൊരു കാഴ്ചകളാണ്. കുമ്പളങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.